ഈ ചോക്ലേറ്റ് ഗനാശയുടെ റേഷ്യോ ചോദിച്ചാൽ സത്യം പറയാലോ ഇപ്പോഴും എനിക്കറിയത്തില്ല അതിൻ്റെ കറക്റ്റ് റേഷ്യോ എന്താണെന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഓരോ ചോക്ലേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ ഗനാശയും. ഇപ്പം ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും വൈറ്റ് ചോക്ലേറ്റിൻ്റെയും മിൽക്ക് ചോക്ലേറ്റിൻ്റെയും ഒക്കെ റേഷ്യോ വ്യത്യസ്തമായിരിക്കും. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗനാശ ഉണ്ടാക്കാൻ എടുക്കുന്ന ടൈമിൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒഴിക്കുന്നത്. ഇപ്പം ഡാർക്ക് ചോക്ലേറ്റിന് കുറച്ച് കൂടുതൽ വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമുണ്ട്, എന്നാൽ വൈറ്റ് ചോക്ലേറ്റിന് അത്രയും വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ട്രിപ്പൊക്കെ കൊടുക്കുന്ന ടൈമിലാണെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് പെട്ടെന്ന് മെൽറ്റായി പോകും, പക്ഷേ ഡാർക്ക് ചോക്ലേറ്റിന് അത്രയും പ്രശ്നമൊന്നും വരാറില്ല. അപ്പം നേരത്തെയൊക്കെ ആദ്യമൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ നമ്മൾ കപ്പളവ് അങ്ങനെയൊക്കെ കറക്റ്റ് കപ്പളവിന് അല്ലെങ്കിൽ നമ്മൾ വെയിങ് മെഷീനിൽ വെച്ചിട്ട് വെയിറ്റ് നോക്കിയിട്ടൊക്കെ ആയിരുന്നു ഗനാശ് ചെയ്തെടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഒരു ഊഹം കാണുമല്ലോ ഇത്രത്തോളം വേണ്ടി വരും എന്നുള്ള ഒരു ഊഹമുണ്ട്. ആ ഒരു ഊഹത്തിന് വെച്ചിട്ടാണ് ഇപ്പം ഗനാശയൊക്കെ ചെയ്തെടുക്കാറ്. അപ്പോൾ ഈ കേക്കിന് എനിക്ക് ഓർഡർ തന്നത് അരുൺജിത്ത് ആയിരുന്നു കേട്ടോ. ചോക്കോ പിസ്ത കേക്ക് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.